അവിടെ എത്തി? ബസ് സ്റ്റോപ്പ് എത്തിയോ? എത്തിയോ? ഞാനിതാ വീട്. നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം സാധിച്ചിട്ട് ഞാൻ തിരിച്ചു വരുന്നു. വൈകുന്നേരം നിന്റെ പെട്രോൾ പമ്പ് ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ, സമാധാനത്തോടെ പോയിക്കോ. ആ ശരി. അമ്മേ, ഗേറ്റും തുറന്നിട്ട് ഡോറും അടച്ചിട്ട് എങ്ങോട്ട് പോയതാ അമ്മേ? നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായിട്ടാണോ ഞാൻ ഇത്രയും വിളിച്ചു പോയിട്ടൊന്ന് ഡോറ് തുറന്നു തരാത്തത്? നീയോ? ഇരിക്കും. എന്താണ്? എന്തോ ഒരു പ്രശ്നം മണക്കുന്ന പോലെ ഉണ്ടല്ലോ. അമ്മയും മോനും തമ്മിൽ എന്തെങ്കിലും വഴക്കാണോ? എന്ത് വഴക്കടി? ചില സമയത്തെ അമ്മേനോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല അമ്മയ്ക്ക്. അതുകൊണ്ടാണല്ലോ ഒരാഴ്ച മുൻപിന് അവളെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞാന്. ശരിയാ, എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അത് ശരിയാണ്. പക്ഷെ ഇന്നലെ കൊണ്ടുവിട്ടിട്ടേ ഇന്ന് തന്നെ തിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ നടക്കുവോ? എടി, നിനക്കറിയോ, അവളുടെ വീട്ടിൽ തറവാട്ട് അമ്പലത്തെ ഉത്സവമാണ് വരുന്ന 27-ാം തീയതി. അപ്പൊ അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് 20-21 പോയാൽ മതി, വലിയ തിരക്കൊന്നും ഇല്ലാന്ന്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സ്നേഹ കൂടുതൽ. മോളെ നീ നേരത്തെ പോയിക്കോ അതുകൊണ്ട് ഞാൻ അവൾ ഇന്നലെ കൊണ്ടുവിട്ടു. ഇപ്പൊ അമ്മ പറയാ അവൾ ഇന്നലെ തിരിച്ചു കൊണ്ടുവന്ന്. ഇത് എവിടെ നടക്കും? മോനെ, എനിക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അവള് പോയത്. എനിക്ക് നടുവേദന വന്നു. നീ ഒരു കാര്യം ചെയ്യാം, അവളെ കൂട്ടിയിട്ട് വാ, എന്നിട്ട് 2 ദിവസം കണ്ട് കൊണ്ടുവിട്. അമിത ഒരുമാതിരി വർത്താനം പറയാൻ നിൽക്കരുത് കേട്ടോ. എന്തെന്നത്? എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. കൊണ്ടുവിടുന്ന് പറഞ്ഞപ്പോ കൊണ്ടുവിടുക, തിരിച്ച് കൂട്ടിക്കൊണ്ടുവരാന്ന് പറയുമ്പോൾ കൂട്ടിക്കൊണ്ടുവരിക. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ തന്നെ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് അവളുടെ അമ്മേനോട് പറ, ഇവിടെ കുറേ പണികളുണ്ട്, അവളെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വിട്, ഉത്സവത്തിന്റെ തലേ ദിവസം അങ്ങോട്ട് പറഞ്ഞു വിടാന്ന്. അമ്മ കൂട്ടിക്കൊണ്ട് വേണമെങ്കിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏട്ടൻ പറയുന്നതിന് കാര്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ലല്ലോ ഏട്ടാ വിഷയം. അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ? അവളെ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് വയ്യാന്ന് വരുമോന്ന് പറഞ്ഞാല് അതില് തെറ്റൊന്നും ഇല്ല. അവിടെ നാണക്കേട് നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അമ്മേന്റെ ആരോഗ്യത്തിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതന്നെ മോളെ ഞാനും പറഞ്ഞത്. ഒന്നാമത് എനിക്ക് നടുവേണിച്ചിട്ട് ഒരു പണിയെടുക്കാൻ കഴിയില്ല. പിന്നെ കുഞ്ഞിനെ കാണേണ്ട സെക്കൻഡ് പോലും എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ? അതിലിപ്പോ അമ്മയെ തെറ്റ് പറയണ കാര്യമില്ല, സ്വാഭാവികം. ആർക്കാണെങ്കിലും അങ്ങനത്തെ ഒരു തോന്നലുണ്ടാവും. ചെറിയ കുട്ടിയല്ലേ, അമ്മ എങ്ങനെ കാണാണ്ടിരിക്കുക? അമ്മ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴേ ചിന്തിച്ചും കണ്ടുമൊക്കെ പറയണം. എന്താണ് അമ്മ എടുത്തു ചാടി ഓരോന്നും ചെയ്യും, എന്നിട്ട് അയ്യോന്ന് കണ്ട ഒരു കാര്യമില്ല. ഈ കാര്യം മാത്രല്ല, വേറെ എന്ത് കാര്യമാണെങ്കിലും. അല്ലെങ്കിൽ എനിക്ക് എടുത്തു ചേട്ടൻ കുറച്ച് കൂടുതലാ. പോട്ടെ, ഞാൻ സമ്മതിച്ചു. നീ ഒരു കാര്യം ചെയ്, അവൾ ഇങ്ങ് കൂട്ടിയിട്ട് വാ മോനെ. 5-8 ദിവസം ഞാൻ പണിയെടുത്താലേ എന്റെ നടുവങ്ങ് ഒടിഞ്ഞു പോകും. ഉത്സവത്തിന് തലേദിവസം കൊണ്ടുവിട്ടോ. എടി, പറ്റെങ്കിലേ നീ തന്നെ അമ്മേനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഇന്നലെ ഞാൻ അവളെ കൊണ്ടുവിട്ടിട്ടുള്ളൂ. ഇന്ന് തന്നെ തിരിച്ചോണെന്നുണ്ടെങ്കിൽ നാണക്കേടല്ലേ എനിക്ക്? അവളെ വീട്ടുകാരെന്താ വിചാരിക്കുക? അല്ലെങ്കിൽ നിനക്ക് കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യ മാത്രം മതിയല്ലോ, അമ്മ വേണ്ടാലോ. നിന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും അവളെ കൊണ്ടുവിടാന്നുള്ളത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്. എന്തായാലും കൊണ്ടുവിട്ടില്ലേ, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടാം. അവൾ അവിടെ ഇരുന്ന് സുഖിച്ചോട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നെങ്കിലേ അമ്മ അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഇവള് വന്നിട്ടുണ്ടല്ലോ, നീ ഒരാഴ്ച ഇവിടെ നിൽക്ക്. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തിട്ടേ അമ്മേനെ സഹായിക്കും. ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ജോലി തന്നെയല്ലേ, ആരെങ്കിലും അത് ചെയ്താൽ പോരെ? പിന്നെ എന്റെ മോള് വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേക്കും അവളെ കൊണ്ടാണ് എല്ലാ പണി എടുപ്പിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ മനഃപൂർവ്വം അവളെ കൊണ്ട് വിട്ടതാണെന്നുള്ളത്. നീ വാ മോളെ. എന്നാലും ഏട്ടൻ അമ്മേനോടേ ഇത്രയും ചൂടാവണ്ടായിരുന്നു. പ്രായമെങ്കിലും നമ്മൾ നോക്കണ്ടേ. ഞാൻ അങ്ങോട്ട് പോട്ടെ, എന്തെങ്കിലും സഹായിക്കാൻ പറ്റണ സഹായിച്ചു കൊടുക്കാം. ആരുമില്ലേ പിന്നെ എന്താ ചെയ്യാം? നിനക്ക് ചായയാണോ നാരങ്ങ വെള്ളം എടുക്കേണ്ടത്? എനിക്കൊന്നും വേണ്ടമ്മേ. ഇവിടെ എത്തിയപ്പോ തന്നെ എന്റെ വയറ് നിറഞ്ഞു. എന്നാലും കല്യാണം കഴിയുമ്പോഴത്തേക്കും ആണുങ്ങൾ ഇങ്ങനെ മാറിപ്പോകുമോ? ലോകത്ത് ആര് മാറിയാലും ഏട്ടൻ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ, ആകെ 2 ആള്. നിന്റെ കല്യാണം കഴിഞ്ഞ് നീ നിന്റെ പാട് നോക്കി പോയി. പിന്നെ ഉള്ളത് അവനും ഞാവിന്റെ ഭാര്യയാണ്. അവരെങ്ങനെയായി, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ആ കൂട്ടത്തിൽ എന്നെ പെടുത്തരുതേ. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാലേ സെക്കൻഡിൽ ഞാനിവിടെ പറന്നെത്തും.
ഇപ്പൊ തന്നെ എനിക്ക് എത്ര വിഷമായെന്നറിയോ ഏട്ടനും അമ്മേനോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിക്കണ്ട വന്നാ ഞാൻ ഇവിടെ നിൽക്കും. അഭിലാഷേട്ടന് ഇപ്പൊ അവിടെ നിന്ന് ജോലിക്ക് പോയാലും ഇവിടെ നിന്ന് ജോലിക്ക് പോയാലും ഒക്കെ കണക്ക് തന്നെയല്ലേ. എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവിടുത്തെ അമ്മേനെക്കാളും കൂടുതൽ സ്നേഹം നിന്റെ അമ്മേനോടാണെന്ന് എന്നോട് ഇന്നും പറയാം. ഇന്ന് വരെ പറഞ്ഞതേ ഉള്ളൂ. ഓടിയെത്തും ഇവിടെ ഒന്നും നോക്കില്ല. എന്നോട് ഏട്ടനും ഭാര്യ ഉള്ളത് കൊണ്ടാണ് വരാനൊരു മടി. അത് എന്തായാലും ആണുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അതിനെന്തിനും മടിക്കുന്നു? വീട് എന്റെ അവന്റെ പേര് കൂട്ടല്ലേ, അല്ലാതെ അവന് മൊത്തവും ഞാൻ വിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ അതും പോരാത്ത് 20 സെന്റ് സ്ഥലം വേറെ ഇല്ലേ? ഇവിടെ അത്രയും വലിയ പ്രശ്നം നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് മാറും. ആ 20 സെന്റിന്റെ പേരിലെ നമുക്ക് അങ്ങനെ വലിയ ആൾക്കാരെ നടക്കാൻ പറ്റുമൊന്നുമില്ല. വീട് ഇപ്പൊ അമ്മേന്റെ ഏട്ടന്റെയും പേരിലല്ലേ ഉള്ളത്. ഇനിയിപ്പോ അമ്മേനെ നോക്കുന്നത് ഏട്ടനാണെന്നുള്ള ഒരു ഇത് നാട്ടിലൊക്കെ അങ്ങോട്ട് അങ്ങനെയല്ലേ ആൾക്കാരും വിചാരിക്കുക. അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തിലേ ആ 20 സെന്റിന്റെ പേരിലാക്കി താന്ന് ഞാൻ ഏട്ടൻ പറഞ്ഞാല് അല്ലെ, വേറെ സ്ഥലമൊന്നും നമ്മൾ ഏട്ടനാണെന്ന് കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ അമ്മ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ചിന്തിക്കാണ്ട് ഓരോന്നും ചെയ്യാം. അങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുക്കും. പിന്നെ നമുക്ക് വരാനും പോകാനൊന്നും ഒരു ഇടമില്ല. നമുക്ക് കയറി കിടക്കാൻ പോലും ഒരു സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അതിന്റെ ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ വെച്ചതാ. അവൻ ഇങ്ങോട്ട് വരട്ടെ ആ സ്ഥലത്തിന്റെ പേരും പറഞ്ഞിട്ട്. അത് ഞാൻ ഒരാൾക്കും കൊടുക്കില്ല. ആർക്കും കൊടുക്കലേ. പിന്നെ അമ്മയ്ക്ക് എന്തിനാ അത്രയും 20 സെന്റിന്റെ മണ്ണ്? ഒരു ഉപയോഗം ഇല്ലാണ്ട് പോകില്ലേ. ലാസ്റ്റ് എന്നെ ആയിട്ട് നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിട്ടാ. വിവരമുള്ള അച്ഛനമ്മമാര് അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് തന്നെ മക്കളെ പേരിൽ ഭാഗം വെച്ച് കൊടുക്കും. മക്കളെ തമ്മിൽ തെറ്റിക്കണ്ടെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ. ഇതിപ്പോ അമ്മേന്റെ കയ്യിൽ ഇത്രയും സ്ഥലം വയ്ക്കുന്നതേ ഒട്ടും സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഏത് നിമിഷം വേണമെങ്കിലും ഏട്ടൻ അരച്ചെടുക്കാം. ഇനി ഏട്ടനത് ചെയ്തില്ലെങ്കിൽ ഏട്ടന്റെ ഭാര്യ ഇല്ലേ, കാണാൻ അവള് പാവത്തിന്റെ ലുക്കാ, പക്ഷെ ആള് പുകഞ്ഞ കൊള്ളിയാ. എപ്പ വേണമെങ്കിലും ഏട്ടന്റെ മനസ്സ് മാറ്റിപ്പിക്കും. അപ്പൊ അമ്മ എഴുതി കൊടുക്കുവോ? അമ്മ പാവമായതുകൊണ്ട് കണ്ണടച്ച് അവിടെ എഴുതി കൊടുക്കും. ആർക്കും ഇല്ലാണ്ട് അവളെ പേരിലേക്കേ ആ 20 സെന്റ് പോകണേനേക്കാളും നല്ലത് എന്റെ പേരിലേക്ക് ആക്കിയതമ്മേ. പൊന്നു പോലെ ഞാനത് കാത്തു സൂക്ഷിക്കും. തറവാടിന്റെ മണ്ണല്ലേ, അതിന്റെ മഹത്വം എനിക്കറിയാം. അവൾക്കറിയോ? നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് എന്ന് പറഞ്ഞ് വെച്ച് നീട്ടാണ്ടേ പെട്ടെന്ന് അത് എന്റെ പേരിലാക്കി തന്നാല് അമ്മയ്ക്കൊരു സമാധാനം. അതന്നെ, അല്ലാണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നും ഇല്ല. എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയതാണല്ലോ. എന്റെ പേരിലുണ്ടെങ്കിൽ അത് അമ്മേന്റെ പേരിലുണ്ടാവും തന്നെ. ആരും തട്ടിയെടുക്കൂല. നീ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. ഇവൻ കണ്ടോ ഇപ്പൊ പറഞ്ഞത്? എനിക്ക് നടുവേന പറഞ്ഞപ്പോഴേ അവള് കൂട്ടിയിട്ട് വന്നോ? ഞാന് ഒന്ന് ചിന്തിക്കട്ടെ മോളെ. ഞാൻ എന്തായാലും ഇവനെ കൊടുക്കില്ല, അത് ഉറപ്പാ. തരുവാണ് എനിക്ക് തന്നെ തരുള്ളൂ. ഈ നല്ല ബുദ്ധി എന്നുണ്ടായാലും നല്ലത്. ഇനി അവസാനം മോളെ എന്റെ സ്ഥലം പോയി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പൊന്നുപോലെ നോക്കും. സ്ഥലം ഇല്ലെങ്കിലും എന്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എന്റെ അമ്മ അമ്മയല്ലേ, എന്നെ പ്രസവിച്ച് വളർത്തിയതല്ലേ. അമ്മയ്ക്ക് എന്തെങ്കിലും ഇപ്പൊ വിഷമം വന്നു, ഏട്ടൻ പോയി, എന്റെ മനസ്സല്ലേ പൊള്ളിയത്. അതാണ്. അപ്പൊ എന്റെ സ്നേഹത്തിനൊന്നും ഒരു കുറവും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വരില്ല. അമ്മ ചിന്തിച്ചിട്ട് തീരുമാനിക്കേ. ഞാൻ ഇന്ന് പോകുന്നതിന് മുമ്പേ ഒരു മറുപടി താ. എന്നാ ഞാൻ അഭിലാഷ് ചേട്ടനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചു നമുക്ക് ഒപ്പിടലോ പിടിക്കലോ അതൊക്കെ പിന്നെ ചെയ്യും. നീ ഇന്ന് എന്തിനു പോകുന്നു? എന്തായാലും വന്നില്ലേ, ഒരാഴ്ച ഇവിടെ നിൽക്ക്. നമുക്ക് അതിനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കാം. ഒരാഴ്ചയോ? ഒരാഴ്ച 2 ആഴ്ച ഞാൻ ഇവിടെ നിൽക്കാം. ഒന്നാമത് വയ്യാത്തതല്ലേ. ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അഭിലാഷ് ചേട്ടനോട് പറയാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വേട്ടനും പോയി, ഭാര്യയും പോയി, ഞാനില്ലേ. അമ്മ എന്ത് ചെയ്യും? ഞാനിവിടെ നിൽക്കാം. അമ്മ സമാധാനത്തോടെ ഇരുന്നു. പെൺമക്കള് തന്നെ, ആണാണെന്നെ, കണക്കന്നെ. എന്റെ മോളല്ലേ ഇപ്പൊ എന്നെ സമാധാനപ്പെടുത്തിയത്. ഒരുത്തൻ ഭാര്യനെ അവിടെ കൊണ്ട് അയച്ചു വിട്ടിട്ട് മിണ്ടാതിരിക്കുന്നു. പറഞ്ഞപ്പോ കാര്യം പറഞ്ഞപ്പോ എണിച്ചും പോയി. എന്ത് കൊടുക്കണം എന്റെ മോൾക്ക് ഞാൻ കൊടുക്കും. അഭിലാഷ് ചേട്ടാ എവിടെ എത്തി? വീടെത്തിയോ? ഇല്ല. എന്നാലേ വീടെത്തുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാനിവിടെ വരുമ്പോ ഏട്ടനും അമ്മയും തമ്മിൽ പൂര കച്ചറ. ആ അവസരം ഞാൻ എങ്ങനെ മുതലാക്കി. ഇപ്പോഴും എന്താന്നറിയാ പറയുന്നേ, സ്ഥലം മുഴുവനും എന്റെ പേരിലേക്ക് എഴുതരാണ്. പക്ഷെ ഒരാഴ്ച ഞാൻ ഇവിടെ നിൽക്കണം. എന്താ ചെയ്യാ? എടി നിന്റെ അമ്മേന്റെ സ്വഭാവമാണ് കെട്ടിയിട്ട് ഊഞ്ഞാല് പോലെയാ. ഒന്ന് ആട്ടി കഴിഞ്ഞാലേ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും പോവും. നീ അമ്മയോട് സംസാരിച്ചിട്ടേ സ്ഥലം നിന്റെ പേരിൽ കിട്ടുന്നുള്ളൊരു ഉറപ്പുമായിട്ട് വാ. നീ വൈകിക്കണ്ട, ഇന്നെല്ലാം ചെയ്തു. അല്ല ഇന്ന് തന്നെ എന്ന് പറഞ്ഞാ ഇതൊക്കെ നടക്കും അഭിലാഷ് ചേട്ടാ? നീ പോയപ്പോ തന്നെ ഇത്രയൊക്കെ സംസാരിച്ച് ക്ലിയർ ആക്കിയില്ലേ, പിന്നെയാണോ ബാക്കി കാര്യങ്ങള്? നിന്നെ കൊണ്ട് പറ്റും. നീ എങ്ങനെയും പെട്ടെന്ന് ശരിയാക്കിയിട്ട് വരാൻ നോക്ക്. സ്റ്റാമ്പ് പേപ്പർ വേണമെങ്കിലേ ഞാൻ ഇവിടുന്ന് വാങ്ങി എഴുതി റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വരാം.
എന്നാ ആയിക്കോട്ടെ. എന്നാ നോക്കിട്ടോ. ഇന്നലെ രാത്രി അഭിലാഷേട്ടൻ വരുമ്പോ കൊണ്ടുവന്നതാ. ഇതിന് നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നു മോളെ? അവിടെ വെച്ചൂടെ? അയ്യോ, അവിടെ വെച്ചിട്ട് എന്തിന്? അത് അമ്മായിമ്മയ്ക്ക് ഒരു നോട്ടം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തില്ലേ? കൊടുത്തു, ഇത്തിരി കൊടുത്തു. അന്നേരം വന്ന എന്തിനാ അത്രയും കൊണ്ടുപോകണം. കഴിച്ചു നോക്കുമ്പോ അത് സ്പെഷ്യലാ. നമുക്ക് ഗ്യാസിനൊക്കെ ക്ഷാമമായിട്ടേ എവിടെയോ പോയിട്ട് കൊണ്ടുവന്നതാ. ഞാൻ ഇന്ന് വരണമെന്ന് പറഞ്ഞപ്പോ പ്രത്യേകിച്ച് നീ അമ്മയ്ക്ക് മാറ്റി വെക്കുന്നു പറഞ്ഞിട്ട് മാറ്റി വെച്ച. പിള്ളേർക്ക് പോലും കൊടുത്തിട്ടില്ല. അയ്യോ, ഇത് അവിടുത്തെ അച്ഛൻ ചേച്ചിന്റെ വീട്ടില് ഉണ്ടായതാ. അപ്പൊ അതും എന്തോ ഒരു വെറൈറ്റി ആണ് അത്രേ. നല്ലതാ, പെട്ടെന്ന് ബ്ലഡ് വെക്കുന്നു, സാധാരണ പോലെയല്ല. അന്ന് ഞാൻ വന്നപ്പോ അവന്റെ ഇവിടെ ചെറിയ കറുപ്പ് എന്തൊക്കെ ഡോട്ട് കണ്ടില്ലേ? അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞതാ കൊണ്ടുവരാൻ വേണ്ടിട്ട്. അച്ഛൻ എവിടെ പോയി കൊണ്ടുവന്നു? ചേച്ചിന്റെ വീട്ടിൽ പോയത്, വയനാട് പോയിട്ട്. ഞാനിത് മാറാൻ വേണ്ടി കുറച്ച് ക്രീമൊക്കെ തേച്ചു കേട്ടോ, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അമ്മ ഇത് കഴിച്ചു നോക്കാല്ലേ നീ? ഓ, അതില് മാറിയിട്ടില്ലെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ട് മാറും. പിന്നെ ഇതവിടെ വാങ്ങിയതാ. ഇത് കഴിച്ചു. ഇതെന്തിനാ ആപ്പിളും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു? പിന്നെ അമ്മേനെ ഓർത്ത് എനിക്ക് ഒന്നും അവിടെ വെക്കാൻ തോന്നില്ല. അമ്മ അത് കഴിച്ചു. പിന്നെ ഇത് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പൊ ഞങ്ങൾ അതിൽ ഒരു ചെറുപ്പ് എടുത്തിട്ട് പെങ്ങളെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. പിന്നെ ചെറിയമ്മന്റെ വീട്, പിന്നെ കണ്ണനില്ലേ അങ്ങോട്ടേക്ക് കൊടുത്തു. പിന്നെ ഇത് ആലത്തൂരിലെ അമ്മായിന്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് നീ എങ്ങനെ വന്നു? ഇത്രയും വലിയ കൊലയും കൊണ്ട് വന്നപ്പോഴേ അവര് നിന്നെ ബസ്സിൽ കയറ്റിയോ? നോക്കമ്മ കളിയാക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള പഴം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹനക്കേട് മാറും, പിന്നെ വിളർച്ച മാറും, അങ്ങനെയൊക്കെ പണ്ട് അച്ഛൻ കൊണ്ടുവന്നാമേ. ഇതിന്റെ അകത്തുള്ള കുരുവൊക്കെ ഒരുപാട് സവിശേഷതയുള്ളതാണ്. ഏട്ടന് തോന്നിയില്ലല്ലോ കൊണ്ടുവരാൻ. അത്ര കഷ്ടപ്പെട്ട് ഞാനല്ലേ കൊണ്ടുവന്നത്. പിന്നല്ലാണ്ടോ? നീ ഇതിന് കുറ്റം പറയണം അവള് കൊണ്ടുവന്നതിന്. കുട്ടി കൊണ്ടുവന്ന് വാങ്ങി വെക്കുകയല്ലാണ്ട് സ്നേഹത്തോടെ കൊണ്ടുവന്നല്ലേ എന്റെ മോള്. അഭിലാഷേട്ടൻ എന്തേന്ന് അറിയോ? ഇവിടെ ബസ് സ്റ്റോപ്പ് വരെ ഇറക്കി തന്നു, ബൈക്കിൽ ജോലിക്ക്. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് ഇതും തൂക്കി പിടിച്ച് നടന്നു വന്നു. ആ, അന്ന് നീ വിളിച്ചു പറഞ്ഞാൽ അവനൊന്നും വന്നിട്ടുണ്ടാവില്ലേ കൂട്ടാൻ? എന്തിന്? എന്നിട്ട് കണക്ക് പറയാം. ഇതാണ് അവസ്ഥ. അമ്മ ഇത് വെച്ച, വേണ്ടാത്ത ആൾക്കാർക്ക് കൊടുക്കണ്ടേ. ഇതങ്ങോട്ട് എടുത്ത് വെച്ചു. ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ കൊണ്ടുവരണം മോളെ നീ. കണ്ടോ അമ്മേ, ഇതാണ് ഏട്ടന്റെ സ്വഭാവം. ഒന്നും ചെയ്യൂല, ചെയ്ത ആൾക്കാർക്ക് വലിയ കുറ്റം. അവൻ പറഞ്ഞോട്ടെ, എന്തായാലും മോൾ കൊണ്ടുവന്നില്ല ഇത്രയും ദൂരം കഷ്ടപ്പെട്ടിട്ട്. അത് വലിയ കാര്യം. എന്തായാലും ഏട്ടൻ ഒരുപാട് മാറിപ്പോയി. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ. ഏത് കാര്യം? ഓ, അമ്മയുടെ കാര്യം ഇത്രേ ഉള്ളൂ. മറന്നുപോയോ? എന്താ? സ്ഥലത്തിന്റെ കാര്യം. ഓ, അമ്മ പറഞ്ഞല്ലേ എന്റെ വീട്ടിലാക്കി തരാന്ന്. ഒരാഴ്ച കഴിയട്ടെ മോളെ, എനിക്ക് ആലോചിക്കാൻ ചിന്തിക്കാൻ സമയം എന്താ? അമ്മ ചിന്തിക്കുമ്പോഴത്തേക്ക് ഏട്ടൻ അത് അടിച്ചു. 20 സെന്റ് റോഡ് സൈഡ് സ്ഥലമാണ്. നല്ല വില കിട്ടും വിറ്റ് കഴിഞ്ഞാ. പെട്ടെന്ന് ഇപ്പൊ നിന്റെ പേർക്ക് പറയുമ്പോ എനിക്ക് എന്തെങ്കിലും പൈസന്റെ ആവശ്യം വരുമോ എന്തോ? അത് അമ്മയ്ക്ക് ആ സമയത്ത് തരൂലേ? എനിക്ക് ടെൻഷനാണ്. എങ്ങാനും ഏട്ടൻ വാങ്ങിയെടുത്താല്. ഇതാണെങ്കിൽ ഞാൻ അവിടെ പൊന്നുപോലെ കാത്ത് സൂക്ഷിച്ചോളാം. അമ്മ എപ്പോഴാ വേണം പറഞ്ഞാൽ അപ്പം അങ്ങോട്ടേക്ക് മാറ്റിത്തരാം. സ്ഥലമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ രജിസ്റ്റർ ഓഫീസിൽ പോയി പൈസ കൊടുക്കാനൊക്കെ. അയ്യോ, രജിസ്ട്രേഷൻ പൈസനെ കുറിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. അതൊക്കെ അഭിലാഷേട്ടൻ എടുത്തോളും. ഇപ്പൊ അമ്മ എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യല്ലേ, അപ്പൊ ഒരു ചെലവ് വരുമല്ലോ, അത് അഭിലാഷേട്ടൻ കൊടുക്കും. ഇനി അമ്മയ്ക്കൊരു ആവശ്യം വരുമ്പോ രജിസ്ട്രേഷൻ നടത്തണ്ട അമ്മന്റെ പേരിലേക്ക്, അപ്പൊ ഒരു ചെലവ് വരുമല്ലോ, അതും അഭിലാഷേട്ടൻ നയിക്കുള്ളൂ. അല്ല മോളെ, ഞാൻ ഒരു കാര്യം പറയും. ഇപ്പൊ ഒരു സ്ഥലം 20 സെന്റ് സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 1 കോടി ഉറുപ്പ്യ കിട്ടും. 6, 7 ഒക്കെ ഉണ്ട്. വേണ്ട 5 കണക്കാക്കാം സെന്റിന്. അത് വേഗം അങ്ങോട്ട് നിന്റെ പേർക്ക് എഴുതി തന്നാലേ അവനോടും കൂടി എനിക്കൊന്ന് ചോദിക്കണ്ടേ. എൻ്റെ കൂടെ ഇപ്പൊ അവനല്ലേ ഉള്ളത്. നിന്നെ കല്യാണം കഴിച്ച കുട്ടിയല്ലേ, നീ എപ്പോഴെങ്കിലും വരും പോകും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞ മോനില്ല അടുത്തുള്ളത്. അപ്പൊ അവനോടും കൂടി ചോദിച്ചിട്ട് ഞാൻ നിനക്ക് എഴുതി തരാം. നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും അവനെ കൊടുക്കില്ല, നിനക്ക് എന്നെ തരും. മനസ്സിലായി. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ല. ഏട്ടന്റെ പേരിലാണോ സ്ഥലമുള്ളത്? ഏട്ടനോട് ചോദിക്കാൻ. ഇത് നമ്മള് മാത്രം അറിഞ്ഞാൽ മതി. ഏട്ടന്റെ കൊടുത്തതല്ലേ? എന്നാലും എങ്ങനെയാണിത് അവനറിയണ്ടേ? ഞാൻ അവന്റെ അവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവനോട് ചോദിക്കാൻ ഞാൻ തരാം. നീ എനിക്ക് ഉറപ്പായിട്ട് നിനക്ക് എന്നെ തരാം. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്. എനിക്കിപ്പോ ഒരു അത്യാവശ്യം 20 ലക്ഷം ഉറുപ്പിന്റെ ഒരു ആവശ്യമുണ്ട്. മോളൊരു കാര്യം ചെയ്യും, അതിപ്പോ അങ്ങ് തിരിച്ചതാ. എന്നിട്ട് ഞാൻ പിന്നെ എനിക്ക് അങ്ങോട്ട് തരാം. ഇത്രയും 1 കോടി ഉറുപ്പിന്റെ സ്ഥലവും ഇല്ലേ? 20 ലക്ഷം ഉറുപ്പിയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അമ്മ എന്താ 20 ലക്ഷത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? ഞാൻ നാളെ മറ്റന്നാൾ വിൽക്കാൻ പോവുകയാണോ? അമ്മ എന്നെ വിശ്വാസമില്ലാതെ തന്നെ. അമ്മന്റെ നന്മയ്ക്കാണ് ഞാൻ ഓരോന്ന് പറഞ്ഞത്. ഇനി അമ്മയ്ക്ക് ഒട്ടും വിശ്വാസമില്ല. ഒരു കാര്യം ചെയ്താ, ഈ വള നമ്മ കയ്യിൽ വെച്ചോ. ഇത് എനിക്കെന്തിനാ? ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടല്ലോ. അമ്മയ്ക്ക് അമ്മേന്റെ സ്ഥലം എന്റെ പേരില് താൽക്കാലികമായിട്ട് അമ്മേന്റെ സുരക്ഷയ്ക്ക് എഴുതരാൻ അമ്മയ്ക്ക് ഇതില്ല, ധൈര്യമില്ല. ഇത് വെച്ചോ.
എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് സ്വർണ്ണോ സ്ഥലമോ പണോ ഒന്നും വേണ്ട. അമ്മേനുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ സ്നേഹം അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. വാങ്ങിക്കാമേ, വാങ്ങി കയ്യിൽ വെച്ചോ. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ അവളെ നിന്ന് എന്തേലും കിട്ടുന്നത്. എന്നിട്ടേ ആ വള വാങ്ങിച്ചിട്ട് ആ സ്ഥലം കണ്ട് എഴുതി കൊടുക്ക്. അയ്യോ, ഞാൻ ആരുടെ ഒന്ന് തട്ടിപ്പറിക്കാൻ വന്നതല്ലേ. ചിലരെയൊക്കെ പേടിച്ചിട്ടാ. കള്ളന്മാര് കപ്പലിൽ തന്നെ ഉണ്ടാകുമ്പോ ഇനി വേറെന്താ ചെയ്യാ. അമ്മേന്റെ സുരക്ഷ മാത്രമേ ഞാൻ എന്റെ മനസ്സിൽ കണ്ടിട്ടുള്ളൂ. എന്റെ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കും എന്നായാലും. അയ്യോ, നീ അമ്മേന്റെ സുരക്ഷയ്ക്ക് വേണ്ടിട്ട് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കണ്ടോ? അതുകൊണ്ടായിരിക്കുമല്ലേ അന്ന് രാത്രി നീ നിന്റെ കെട്ടിയവനെ കൊണ്ട് വന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നാളെ തന്നെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞത്. അത് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ലേ. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു സ്ഥലം ഞങ്ങളുടെ പേരിലേക്ക് ആക്കിത്താന്ന്. നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ലല്ലോ. എടി, ആ സമയത്ത് അമ്മയ്ക്ക് നല്ല പനി, ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ്. ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ ആണെന്ന്. അപ്പൊ തന്നെ നിനക്ക് വന്നൊരു സ്ഥലം രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ നടക്കുവോ? അമ്മേന്റെ കൂടെ നിന്ന് അമ്മേനെ പരിചരിക്കല്ലേ വേണ്ടത് അങ്ങനെയുള്ള സമയത്തൊക്കെ? ഞാനും ഹോസ്പിറ്റലിൽ വന്നിരിക്കണായിരുന്നു ഏട്ടൻ്റെ ഒപ്പം. ഒരാള് പോരെ, കുഞ്ഞു മക്കളല്ലേ എനിക്കുള്ളത്. ഹോസ്പിറ്റലിൽ വന്ന് അവര് പേടിച്ചു പോകില്ലേ? ന്യൂമോണിയ ആണെന്ന് ഏട്ടൻ വിളിച്ചു പറഞ്ഞില്ലേ. അപ്പൊ തന്നെ അഭിലാഷ് ഏട്ടൻ പറഞ്ഞതാ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞത്, ഏട്ടാ എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം തരണമെന്ന്. അതിപ്പോ എത്ര വലിയ പ്രശ്നാ. ഓ, അപ്പൊ ഇവള് വിചാരിച്ചു ആ പനി വന്നില്ലേ അതോടെ ഞാൻ തട്ടിപ്പോകുന്നുള്ളത്. പിന്നെ നീ കൊടുക്കാണ്ടാവൂ എന്ന് പറഞ്ഞിട്ടാണ് രാത്രിക്ക് രാത്രി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലേ? എടി വില്ലത്തി, അമ്മ ഇത്ര നേരം എന്നെയല്ലേ സപ്പോർട്ട് ചെയ്ത്. ഇപ്പൊ എന്താ ഏട്ടനെ കുറിച്ച് പറയുന്നത്? ഏട്ടനല്ലേ ഇവിടെ രാവിലെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയത്. എന്റെ മോനും ഞാനും പ്രശ്നം ഉണ്ടാകും, അപ്പൊ തന്നെ ഒന്നാകും. നിന്നെ പോലെ അവൻ 40-60 സെന്റ് സ്ഥലം ആകപ്പാടുള്ളത്. 20 സെന്റ് എനിക്ക് വന്നു. 40 സെന്റ് സ്ഥലമേ എന്റെ പേരില്ല. അവൻ തനി 20 സെന്റ് ആയിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടില്ല. അമ്മന്റെ പിറ്റേക്കാലത്ത് എനിക്ക് മതി, അതവിടെ കിടന്നോട്ടെ അവൻ പറഞ്ഞിരിക്കണത്. നിനക്ക് വിശ്വാസം ഇല്ലാണ്ട് ഞാൻ ചത്തുപോയല്ലോ പറഞ്ഞിട്ട് വാങ്ങിട്ട് പോയതല്ലേ. ഇനി ഞാൻ ബാക്കിയുള്ള നിനക്ക് എഴുതി തരണോ? അമ്മ അത് അങ്ങനെയല്ല. അമ്മ എന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണം. ഞാൻ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോയ പെണ്ണ. അപ്പൊ അവര് ചോദിക്കും സ്ഥലത്തിന്റെ കാര്യമൊക്കെ. പിന്നെ ഞങ്ങൾക്ക് ഈ നൂലാമാലകളിൽ ചുറ്റിക്കറങ്ങാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതന്നെ നിന്റെ നീ വാങ്ങിച്ചു പോലെ 20 സെന്റ് സ്ഥലവും വാങ്ങിച്ചിട്ട് പോയി. ഇനി വീട്ടിലേക്കായിട്ട് ചവിട്ടില്ല പറഞ്ഞിട്ട് പോയതല്ലേ. പിന്നെ നീ ഇപ്പൊ അടുത്ത സ്ഥലവും വാങ്ങാൻ വേണ്ടി വരിക. നീ ഇപ്പൊ അടുത്ത് പറയാ എന്റെ മോന്റെ സ്ഥലം ഇപ്പൊ എന്റെ പേർക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും വേണം പറയില്ല നീ. പിന്നെ അവസാനം വീടും അല്ലേ. നല്ല ആള് വിശ്വസിക്കാൻ പറ്റിയൊരു മോള്. അമ്മയ്ക്ക് ഞാൻ വള ഒരു തന്നില്ല. എനിക്ക് വേണ്ട നിന്റെ വള, എനിക്ക് വേണ്ട മോളെ. എനിക്ക് വള വാങ്ങാനേ എന്റെ സ്ഥലം വിറ്റോ എനിക്ക് ഇഷ്ടംപോലെ വളയും വാങ്ങാൻ സ്വർണവും വാങ്ങിക്കാം. ഈ വള എനിക്ക് വേണ്ട. എന്നിട്ട് വേണം നാളെ വന്നിട്ട് ഈ വള ഊരി തരാൻ വേണ്ടി പറയേ. അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും മുതലാക്കും. നീ ആരാ മോള്? രണ്ടും കണക്കാ. കിട്ടിയ ചെക്കനും ഇവളും. അവൻ അതിലേറെ സൂത്രക്കാരൻ. അമ്മ എന്നെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞു. എന്റെ അഭിലാഷേട്ടനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടി പോകരുത്. പൊന്നു പോലത്തെ മനുഷ്യനാ മോനെ. പൊന്നു പോലത്തെ മനുഷ്യൻ. ഇവള് കൊടുത്ത പൊന്നു മുഴുവനും വാങ്ങിച്ചെടുത്തു. 20 സെന്റ് സ്ഥലവും ഒന്ന് അടി ഉണ്ടാക്കി വാങ്ങിട്ട് പോയി. ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ അവരുടെ സൂത്രത്തിൽ ഇവളിനെ അയച്ചുവിട്ടതാ അല്ലേ? അമ്മേന്റെ മോളെ സന്തോഷത്തോടെ അവിടെ നോക്കുന്നുണ്ടോ? അതുപോലെ എങ്ങനെ നോക്കാതിരിക്കോ? ഇഷ്ടംപോലെ സ്വർണം കൊടുത്തു, ഇപ്പൊ സ്ഥലവും കൊടുത്തു. പിന്നെ എനിക്ക് സന്തോഷം വേണ്ടേ എവിടെ? ആ സമയത്ത് ജോലി ചെയ്ത പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഇഷ്ടംപോലെ സ്വർണം വാങ്ങി നിന്റെ കല്യാണം അന്തസ്സായിട്ട് നടത്തി. നേരെ മറിച്ച് അന്ന് പൈസ ഇല്ലായിരുന്നെങ്കിലോ ഈ വീടും സ്ഥലമൊക്കെ പണയം വെച്ചിട്ട് വേണ്ട ചെയ്യാൻ. അങ്ങനെയാണ് ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരില്ലേ? ഇതല്ലേ നിന്റെ സ്വഭാവം? മോളെ, എന്റെ മോൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിനക്ക് ഇത്രയും സ്വർണം തന്ന് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരുന്നത്. അത് നിനക്ക് നല്ലപോലെ അറിവുള്ളതല്ലേ. എന്നിട്ട് നിനക്ക് അതിന്റെ നന്ദിയില്ല, സ്നേഹവും ഇല്ല. പിന്നെ ഇങ്ങോട്ട് താ പറഞ്ഞിട്ട് എന്തിനാ ഞങ്ങളിങ്ങനെ പിഴിയാൻ വരുന്നത്? നിന്റെ ഭർത്താവിനോട് എന്താ പണി? പണിക്കൊന്നും പോകുന്നില്ലേ? വെറുതെ ഇരിക്കുക? അയ്യോ, ഇത്രയും ഉളുപ്പില്ലാത്തതായല്ലോടാ അവള്. ഇത് എന്റെ വയറ്റിൽ തന്നെയാണ് ജനിച്ചത്. എനിക്ക് നാണക്കേടാ പറയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊള്ള അമ്മേനെ ചാക്കിലാക്കാൻ വേണ്ടിട്ടേ ഇത്രയും വലിയ കൊലയായിട്ട് വന്ന നിന്റെ മനസ്സിനെ ഞാൻ നമിച്ചു. അല്ല, ഇത് ആരുടെ ബുദ്ധിയാ? നിന്റെയോ അതോ നിന്റെ അഭിലാഷേട്ടന്റെയോ? എനിക്ക് തോന്നുന്നതേ ഇവളുടെ അമ്മായിയമ്മ പശുവിന് കൊടുക്കാൻ വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവളുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടാവും, നീ പോകുമ്പോൾ വെറും കയ്യോടെ പോകണ്ട, ഈ കൊലയങ്ങ് എടുത്തോ, നിന്റെ അമ്മൻ ഇതിൽ വീഴ്ത്താന്നുള്ളത്. ഇവിടുന്ന് മൈസൂരിന്ന് കൊണ്ടുവന്ന പഴമാണത്രേ. അത്രയും നല്ലതാണ്. എന്ത് കല്ലുണ്ട് ഇതിനുള്ളില്, ദേഹരക്ഷയാണെന്ന്. ഈ ഉണക്ക കൊലയും കൊണ്ട് ആരെങ്കിലും വരുവോ ഇത്രയും ദൂരേന്ന്? എന്റെ മോളെ, ഒരുപാട് കഷ്ടപ്പെട്ടാ ഓരോ കുടുംബത്തിന് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വരുന്നത്.
എന്നിട്ട് അതും കഴിഞ്ഞു, പ്രസവവും കഴിഞ്ഞു, എല്ലാം കിട്ടിയ ശേഷവും ഇതാ ഭാഗം താ, സ്ഥലം താ, വീട് എഴുതാ, പൈസ താന്ന് പറഞ്ഞിട്ട് പിന്നെ ആ വീട്ടുകാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനപ്രയോജനം ആലോചിച്ച് നോക്ക്. ഇന്ന് വരെ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 10-35 ഒന്നും നിന്നെ കെട്ടിച്ച് വിട്ടതല്ലേ ഞങ്ങള്? എന്തെങ്കിലും ഒരു 10 രൂപയുടെ സാധനം നീ വാങ്ങിട്ട് വന്നിട്ടില്ല. ഇത് നോക്കും മോനെ, ഈ ഉണക്ക അനാറും കൊണ്ട് വന്നിട്ട് അത് ഒരെണ്ണം. ഇവർക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ 1 കിലോ അനാറും കൊണ്ട് വാങ്ങിച്ചിട്ട് വന്നൂടെ? ഇതും കൊണ്ടുവന്ന് ഒരാപ്പിളും കൊണ്ടുവന്ന് ഈ പഴക്കൊലയും കൊണ്ടുവന്നിട്ട് 20 സെന്റ് സ്ഥലം അങ്ങോട്ടേക്ക് വേണമെന്ന്. നീയൊക്കെ ഏതാ മുതല്? നിന്റെ കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന ആങ്ങളെയും അമ്മയൊക്കെ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും. അപ്പൊ നീ ഇങ്ങോട്ട് വരുമ്പോഴേ ഞങ്ങളെ കാണാനുള്ള സ്നേഹത്തിലും സന്തോഷത്തിലും വരാൻ നോക്കും, അല്ലാണ്ട് സ്ഥലക്കച്ചവടമായിട്ട് ഇങ്ങോട്ട് വരല്ലേ. അതിന് ഇവളുടെ മനസ്സിൽ എവിടുന്ന മോനെ സ്നേഹം? ഇവൾക്ക് ആർത്തിയല്ലേ ഇനിയും വേണം പറഞ്ഞിട്ട്. 1 ഗ്ലാസ് വെള്ളത്തിനടുക്കും ഇവളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. അന്ന് എനിക്ക് സുഖൂല എന്നിട്ട് ഇവിടെ വിളിച്ചില്ലേ, വന്നോ? ആശുപത്രി പോകേണ്ടി വരും, എന്തെങ്കിലും പൈസ ചെലവാകൊണ്ടോ വരുമോ പറഞ്ഞിട്ട്. അവളാണ് പിന്നെ സ്ഥലത്തിന് വന്നിരിക്കുന്നത്. പെൺമക്കളാണത്രേ പെൺമക്കള്. എന്റെ മോനും ഞാനും എന്തോ അവള് വരുമ്പോ പറയുന്നു, അതവള് മുതലാക്കുന്നു. എന്താ അത്? എന്നാ ഇതായിരിക്കും വെച്ചിരിക്കുന്നത്, അത് കൊണ്ടുവയ്ക്കോ. ആ ചിപ്സ് എടുത്തു. കണ്ടില്ലേ, ഇതാണ് ഇവള്. എടി നീ ഇപ്പൊ എന്തായാലും വന്നല്ലേ, ആ കൊണ്ടൊന്നൊക്കെ അവിടെ വെക്ക്, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ നിനക്ക്. അല്ലാണ്ട് ഇതും പെറുക്കി അങ്ങോട്ട് ഇപ്പൊ തന്നെ പോയിട്ടുണ്ടെങ്കിലോ നാണക്കേടല്ലേ നിനക്ക്? ഇനി എന്റെ പട്ടി വരും. അഭിലാഷേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഈ വീട്ടിലേക്ക് ഇനി കയറാൻ സമ്മതിക്കില്ല. അഭിമാനം ഉള്ളവരല്ലേ, അന്തസ്സുള്ളവരാ. നീ അവിടെ തന്നെ ഇരുന്നു, അതാ നല്ലത്. നല്ല കുടുംബം, അമ്മയുണ്ട് ആങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ എന്റെ അഭിലാഷേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. നിങ്ങൾ ഖേദിക്കും, ഇങ്ങനൊരു മോൾക്ക് വേണ്ടി നിങ്ങൾ കരയും, നോക്കിക്കോ. ഓ, പാവങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നല്ല മനസ്സുകൊണ്ടാണ് ഇത്രയും വലിയൊരു വാഴക്കൊല്ലം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയത്. എന്താ മനുഷ്യ വിളിച്ചു ശല്യം ചെയ്യല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും നിൽക്ക്, ഞാൻ വരുന്നു. ഒന്നുമില്ല കയ്യിൽ, കൊണ്ടുവന്ന കൊല മാത്രമേ ഉള്ളൂ.